ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം. അമ്മേ മൂകാംബികെ ദേവി മൂകാംബികെ ലക്ഷ്മീ മൂകാംബികെ ഭദ്രേ മൂകാംബികെ അമ്മേ മൂകാംബികെ ദേവി മൂകാംബികെ ലക്ഷ്മീ മൂകാംബികെ ഭദ്രേ മൂകാംബികെ അമ്മേ സരസ്വതി ദേവി സരസ്വതി ലക്ഷ്മീ സരസ്വതി ഭദ്രേ സരസ്വതി അമ്മേ ശ്രീപാർവതി ദേവി ശ്രീപാർവതി ലക്ഷ്മീ ശ്രീപാർവതി ഭദ്രേ ശ്രീപാർവതി അമ്മേ ജയ ജയ ദേവി ജയ ജയ ലക്ഷ്മീ ജയ ജയ ഭദ്രേ ജയ ജയ അമ്മേ ജയ ജയ ദേവി ജയ ജയ ലക്ഷ്മീ ജയ ജയ ഭദ്രേ ജയ ജയ. അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം അല്ലാതെ മറ്റാരുമില്ലാശ്രയം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ശ്രീ ജഗദംബികായേ നമഃ. 3 ദിവസവും നല്ലോണം ദേവീനെ പ്രാർത്ഥിക്കാം. അറിവുണ്ടാവണം, ബോധം ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം എന്ന് 3 ദിവസം നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി. മറ്റതൊക്കെ എല്ലാവരും ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ധനം ഉണ്ടാവണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അറിവാണ് നമുക്ക് വേണ്ടത്. ഇതാണ് മനുഷ്യർക്കില്ലാത്തത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. പാടും ഞാൻ നാരായണ നാമ നേടും ഞാൻ നേടും
ദശകം 41. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം വ്രജേശ്വര ശൗരിവജോ നിശമ്യ സമാവ്രജൻ അധ്വനിവീതചേതാം നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം നിശമ്യ ഗോപീവജനാദുദന്തം സർവേപി ഗോഭാഭയ വിസ്മയാന്ത ത്വത്പാതിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേധ കുഠാരകൃത്തം ത്വത്പീതഭൂതസ്തനതच्छരീരാൻ സമുच्चलन् उच्चतरो हि धूमां शङ्गामदात् आगरवक्किमेष किं चान्दनो गौगुलबोधवेधी मदङ्गसङ्गस्य बलं न दूरे क्षणेन तावत् भवतामभिस्यात् इत्युल्लभन् वल्लभतल्लदेभ्यः त्वं पूदनाम् आदनुधा सुगन्धिम् चित्रं विचाज्य नहद कुमार चित्रं पुरैवाकदिशौरिनेधं यदि प्रशंसन् किल कोपलोको भवन्मुगालोकरसे नमाङ्क्ष्येत् दिने दिने प्रतिवृत्तलक्ष्मीम् अक्षीणमाङ्गल्य चदो व्रजोऽयं भवन्निवासात् अयि वासुदेव प्रमोदसान्द्र परितो विरेजे गृहेषु ते कोमलरूपहासमिद कदा सङ्कुलिता कमन्यां वृत्तेषु कृत्येषु भवन्निरीक्षा समागता प्रत्यहमद्यनन्दन् अहो कुमारो मयि दत्तदृष्टिं स्मितं कृतं मां प्रतिवत्सकेन एहेहि माम् इत्युपसाद्य पाणिं त्वयीश किं किं न कृतं वधूभिः भवद्वभो स्पर्शन कौतुकेन करात्करं गोपवधूजनेन नीदस्त्वमाताम्र सरोजमाला व्यालम्बिलोलम्बतुलाम् अलास्वीं निपाययन्ती स्तनमङ्गगं त्वां विलोकयन्ती वदनं हसन्तीं दशां यशोधा कथमाप्नवेजे सदा दृशा पाहि हरे गदात्मां सर्वत्र गोविन्द नाम संकीर्तनं ഗോവിന്ദ ഗോവിന്ദ. ദിവസം ചെറിയ ചെറിയ കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ക്ഷേത്രങ്ങളിലൊക്കെ നട തുറന്നില്ല എന്ന് വെച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. വൈകുന്നേരം നല്ലപോലെ എണ്ണയൊക്കെ ഇട്ട് വിളക്ക് തെളിക്കുക. ലളിതാ സഹസ്രനാമം രാവിലെയും വൈകുന്നേരവും ചൊല്ലുക. പൂജയൊന്നും ഇല്ലാത്ത ക്ഷേത്രങ്ങളിലാണെങ്കിലും ഇതൊക്കെ ചെയ്യണം. പുറത്ത് നല്ലോണം വിളക്കിടുക, വിളക്ക് കത്തിച്ച് വെക്കുക. അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് സഹസ്രനാമം ഭംഗിയായിട്ട് ഉപയോഗിക്കുക. എന്തെങ്കിലും പഴമോ പ്രസാദങ്ങളോ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നാമം ചോദിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഹരിശരണം. ഹരിശരണം.